പ്രിയ കുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങളോടും പെൺകുഞ്ഞുങ്ങളോടുമാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങളുടെ ഒരു അമ്മ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ചേച്ചി എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് നിങ്ങളെ സംബോധന ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ ഒരു ചെറിയൊരു ഉപദേശമായി മാത്രം കൈക്കൊണ്ടാൽ മതി. നിങ്ങൾ വീട്ടിലെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിക്കുവാൻ കഷ്ടപ്പെട്ട് അവർ പണിയെടുത്ത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അവരുടെ മുഖത്ത് കഴിവതും ഈ ലോകത്തിൻ്റെ മുമ്പിൽ ലജ്ജിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ പഠിച്ച് മിടുക്കരായി മുൻപോട്ട് കടന്നു പോവുക. നല്ലൊരു ജോലിയൊക്കെ നേടി നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുക. അല്ലാതെ ഇപ്പം പലരും പല ആൺകുഞ്ഞുങ്ങളാണെങ്കിലും പ്രലോഭിപ്പിക്കാൻ പലതും പറയും. എന്നാൽ അതിലൊന്നും വീണു പോകാതെ നമ്മൾ പഠിച്ച് മിടുക്കരായി നമ്മൾ ഭാവി നമുക്കെല്ലാം ഒരു ജോലിയൊക്കെ നേടിയിട്ട് നിങ്ങളൊരു വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോവുക. നമ്മൾ പഠിക്കാൻ വിടുമ്പോൾ അതിനു വേണ്ടി പോവുക. പലരും നമ്മളെ ചതിക്കുഴിയിൽ അകപ്പെടുത്തും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട്, ആൺകുഞ്ഞുങ്ങളുമുണ്ട് പെൺകുഞ്ഞുങ്ങളുമുണ്ട്. എന്നാൽ ആൺകുഞ്ഞുങ്ങൾക്കൊന്നും നഷ്ടമാകാനില്ല, പെൺകുഞ്ഞുങ്ങൾക്കാണ് എല്ലാം നഷ്ടമാകാനുള്ളത്. നമ്മുടെ മാതാപിതാക്കൾക്ക് നാണക്കേടാവും. അങ്ങനെ പല രീതിയിലും നാണം കെടുവാൻ ഇടയാകും. ചുറ്റുപാടുകളുടെ മുമ്പിൽ, ദേശക്കാരുടെ മുൻപിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ഒക്കെ നാണക്കേടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായാലും അല്ലാതെ ആയാലും നമ്മൾ കുറച്ച് മാന്യതയോടെ നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി കടന്നു പോവുക. വീണ്ടും തിരിച്ച് വീട്ടിൽ വരിക, പഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ട കാഴ്ചകൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അത് നിങ്ങൾ ഈ ഒരു ഉപദേശത്തിൽ നിന്നും നിങ്ങൾ കുറച്ച് പേരെങ്കിലും അതിന് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ നല്ലതാണ്. പലരും, എല്ലാവരും അങ്ങനെയല്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. എന്നാൽ ഞാൻ കണ്ട കാര്യങ്ങളാണ്, അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്ത് കരിവാരി തേക്കുവാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാൽ അങ്ങനെ നശിച്ചു പോരും. നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് നമ്മളെ വളർത്തുന്നതും എങ്ങനെയാണ് നമുക്ക് വേണ്ടി അവർ അധ്വാനിക്കുന്നതും ഈ ദേശത്തല്ല ലോകത്തിൽ അവർ നിന്ദിക്കപ്പെടുവാൻ അനുവദിക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മുടെ ഇല്ലായ്മയിൽ നിന്നും പഠിപ്പിക്കുന്നവരുണ്ട്, ഉള്ളവരുണ്ട്, പല തസ്തികളിലുള്ളവരുണ്ട്. എന്നാൽ അങ്ങനെ പല സാമ്പത്തികമായിട്ട് പല ഉയർച്ചയുള്ളവരുണ്ട്, മീഡിയം ഉള്ളവരുണ്ട്, ഇല്ലായ്മക്കാരുണ്ട്. അവരെല്ലാം കഷ്ടപ്പെട്ട് പഠിക്കുവാൻ വിടുമ്പോൾ അവർ സ്വപ്നം കണ്ടാണ് മക്കളെ പഠിപ്പിക്കാൻ വിടുന്നത്. എന്നാൽ അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. പല പ്രലോഭനങ്ങളും വീണു പോകാതിരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ അഭിമാനം സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ആർക്കും ഒരു വിരോധവും തോന്നരുത്. ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, കണ്ട കാഴ്ചകൾ പറഞ്ഞെന്ന് മാത്രം. അതിൽ നിന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കുക, ഏറ്റെടുക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. എനിക്ക് ഇത് മാത്രമേ പറയുവാനുള്ളൂ, ഉപദേശിക്കാനുള്ളൂ. പല സ്കൂളുകളിലായാലും കോളേജുകളിലായാലും ക്ലാസ് കട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോവുകയാണെന്നും പറഞ്ഞ് പോയിട്ട് വഴിവെക്കിലും അവിടെ എവിടെയെങ്കിലൊക്കെ തങ്ങുവാനോ അല്ലെ പാർക്കുകളിലൊക്കെ പോകുവാനൊന്നും അല്ല. നമ്മൾ നല്ല രീതിയിൽ മുൻപോട്ട് പോവുക. കാരണം ഇപ്പോഴത്തെ ലോകം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം, ആരും പറഞ്ഞു തരണ്ട. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കണ്ടിട്ട് മുൻപോട്ട് യാത്ര ചെയ്യുക, പഠിച്ച് മിടുക്കരാകുക, നല്ല മാർക്കോടുകൂടി പാസ്സാവുക, നല്ലൊരു ജോലി സമ്പാദിക്കുക, നല്ലൊരു വിവാഹ ജീവിതം നയിക്കുക. ഇത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. നിങ്ങൾ തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അല്ല, നിങ്ങൾ ഉപദേശമായി കൈക്കൊള്ളുന്നുവെങ്കിൽ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുക. ശരി.